എൻ്റെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ കുറവുകൾ പറഞ്ഞ് സന്തോഷിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് വലിയ കാര്യം കിട്ടിയതുപോലെയാണ്. ഒരു ഭാര്യയും ഭർത്താവ് ഒന്നിക്കുമ്പോൾ കർത്താവ് ഒന്നിപ്പിക്കുന്നതിന് കാര്യം ഇത്രയേ ഉള്ളൂ. എല്ലാ കഴിവുകളും കുറവുകളുള്ളവരും എല്ലാം ഒന്നിപ്പിക്കുന്നത്. ചില കുറവുകളെ കഴിവുകളാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെയാണ് നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് പങ്കാളികളായി തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഭർത്താവിന് ചിലപ്പോ കണക്കില് വളരെ ബുദ്ധിമുട്ടായിരിക്കും, ദൂരത്ത് നന്നായിട്ടുണ്ടാകും. അപ്പോ അതുപോലെയുള്ളൊരു പിശുക്കുള്ളൊരു ഭാര്യയെ കർത്താവ് നൽകും. അല്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു ഭാര്യയായിരിക്കും, ഭർത്താവ് അത്രയുണ്ട് പ്രാർത്ഥിക്കില്ല. അപ്പോൾ ഇവരെ ചേർത്ത് വെക്കുന്നതിന് കാരണം എന്നറിയുമോ? ഈ കുറവുകളെ ഒരു പോസിറ്റീവാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. നമ്മൾ എന്താ ചെയ്യുക? ഈ കുറവുകളൊക്കെ ലോകത്തോടും അതുപോലെ അയൽവക്കക്കാരോടും ബന്ധുമിത്രാദികളോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വേദനിപ്പിക്കുകയും ചെയ്യാം. ഒരു വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. ആരെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു തുടങ്ങും, നന്നായിട്ട് പഠിക്കട്ട, കുറുമ്പന, ഒരു കാര്യമില്ല. നമ്മളിങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും കാര്യമുണ്ടോ? അവരത് അറിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അവര് ഈ നാട്ടുകാരെയും വീട്ടുകാരെയും ഇതൊക്കെ അറിയിക്കാൻ കാരണം എന്താണ്? അതുകൊണ്ടാണ് ഔസപിതാവിനെ കുറിച്ച് അപമാനിതയാക്കാൻ ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഈ നാക്കൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ എന്തോരം വിശേഷങ്ങൾ വേറെ പറയാനുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും വന്നിരിക്കുന്നവരോട് വിളമ്പിയില്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഇത് അവരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും അവർ ചെയ്തു തരുന്നുണ്ടോ? അവര് ഈ കുറുമ്പനാണ്, അവര് അടുത്ത് വന്നിരുന്ന് ഇവരെ ഈ കൊച്ചിനെ മാനസാന്തരപ്പെടുത്തി, മോനെ നീ നന്നാവണട്ടോ, നീ അങ്ങനെ ആകണട്ടോ, നമുക്ക് ധ്യാനത്തിന് പോകാം എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചിനെ ധ്യാനത്തിന് കൊണ്ടുപോയി സെമിനാരിൽ ചേർത്ത് അച്ഛനാക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്. ഒരിക്കലും ഇല്ല. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ കേട്ട സാധനം ഇത്രയും കൂടി ഇരട്ടിയായിട്ട് അടുത്ത വീട്ടിൽ പോയി പറയും, ഒരെണ്ണം നന്നായിട്ട് പഠിക്കും, ഒരെണ്ണം മണ്ടന, അവള് പറഞ്ഞതാ. ഭർത്താവ് ഒരു കാര്യമില്ലെന്നാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് എന്തോ ഉപകാരം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ ക്രിസ്മസ് വേളയിൽ നിങ്ങളൊക്കെ ഇനി ഈ അവധി ദിവസങ്ങളിൽ അമ്മ വീട്ടിൽ പോകും, അതുപോലെ അപ്പൻ വീട്ടിൽ പോകും, ബന്ധുമിത്രാദികളുടെ വീട്ടിൽ പോകും. നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ഒരാളുടെ കുറവ് ഒരു സ്ഥലത്ത് നിന്ന് പറയരുത്. ഭാര്യയുടെ കുറവോ ഭർത്താവിന്റെ കുറവോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്ന കർത്താവ് അങ്ങനെ കണ്ടിട്ടാണ് ആ പോസിറ്റീവാക്കാൻ പറ്റിയ അതുപോലെയുള്ളൊരു ഭാര്യ, അതുപോലെയുള്ള ഭർത്താവിനെ. അതുകൊണ്ട് നിങ്ങൾ ഈ അവധി ദിവസങ്ങളിൽ ആരുടെയൊക്കെ വീട്ടിൽ പോയാലും നമ്മുടെ കുടുംബത്തിലുള്ള ഒരു കുറവുകൾ പറയരുത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് മറ്റുള്ള അയൽവക്കക്കാരോട് പോലും നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ പറയരുത്. അവര് നമ്മളെ സ്നേഹിക്കല്ല. ഇത് കേട്ട് കഴിഞ്ഞ് ഉള്ളിൽ സന്തോഷിക്കും. അവർ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളുടെ മക്കൾക്കൊരു കുറവുണ്ട്, നിങ്ങളുടെ മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളാണ് കൈപിടിച്ച് ഉയർത്തേണ്ടത്. നമ്മൾ ഓരോരുത്തരും അവരിങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവരെ വലുതാക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.